അപ്പം നമുക്ക് ഇന്നൊന്ന് ഫ്രീ ആയിട്ട് ബസ്സിൽ പോയാലോ? സംഭവം ഞങ്ങളുടെ തമിഴ്നാട്ടിൽ പിങ്ക് ബസ്സുണ്ട് കേട്ടോ. അതിൽ നമ്മളെ സ്ത്രീകൾക്ക് എവിടെ വേണേലും, അല്ലെങ്കിൽ ഈ ബസ് എവിടം വരെ പോകുന്നു അതുവരെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. നമ്മളെ കേരള അല്ല, ഇത് തമിഴ്നാടാണ് സംഭവം. നമ്മളിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ 6 മണിക്കാണ്, അല്ലെങ്കിൽ നമുക്ക് നേരെ ത്രൂ ആയിട്ട് നാഗർകോവിൽ വരെ ത്രൂ ബസ്സുണ്ട് 7 മണിക്ക്. പക്ഷെ നമുക്ക് നേരത്തെ എത്തണം. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 6 മണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു 8:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആയില്യ പൂജയായിട്ട് നാഗർകോവിലുള്ള നാഗർഭവ ക്ഷേത്രത്തിൽ വന്നതാണ്. അപ്പം അതിനെപ്പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളും കുറച്ച് വീഡിയോകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ നാഗർകോവിലിൽ നിന്ന് ഒരു കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ പിടിച്ച് വരാം. എന്നാലും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന്. പിന്നെ ഇവിടെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തേത് നമ്മളൊരു ഇങ്ങനെ ആയില്യത്തിനൊന്നും അല്ല. അപ്പോൾ ഞങ്ങൾക്ക് ആയില്യത്തിന് വന്ന് ഇതുപോലെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. നമ്മൾ നേർച്ച ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കായിട്ട് അങ്ങനെ വന്നതാണ്. ഇവിടെ ഫുള്ള് കണ്ടോ, ഇതിൻ്റെ എല്ലാം നമ്മുടെ നാഗശില്പമാണ്. എല്ലായിടവും നമുക്ക് എവിടെ നോക്കിയാലും ഇതേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾക്ക് പാലവിടെ നമുക്ക് ദൈവത്തിന് അർപ്പിക്കാനുള്ളതാണ്. ഇത് ഒരു ചെമ്പ് ആണോ അതോ ഒരു കുടമാണോ ഐസ് എനിക്കറിയില്ല. അതിന് 100 രൂപയാണ്. പിന്നെ മഞ്ഞപ്പൊടി 20 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. നിങ്ങൾക്ക് പുറത്തു നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നും വാങ്ങിച്ചുകൊണ്ട് വരാം. പിന്നെ ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് അവിടെ നിന്ന് കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ മേടിച്ചത്. ഇത് 1.5 ലിറ്റർ പാലെന്തോ ആണ് കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് ഭഗവാന് നേരിട്ട് ഇങ്ങനെ അർപ്പിക്കാൻ പറ്റും. അതൊരു സത്യം പറയാമല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷവും നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഭഗവാന് നേരിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഒരു ഇതാണ് കേട്ടോ. അത് നമുക്ക് അപ്പോൾ ഉള്ളൊരു ആ ടൈമിൽ മനസ്സിലാവുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഞാനിത് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ആയില്യത്തിലൊക്കെ അമ്പലത്തിന് നമ്മൾ പോറ്റിമാരല്ലേ ഇതേപോലെ പാലൊക്കെ അർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഭഗവാന് നേരിട്ട് കൊടുക്കാൻ പറ്റണം. അത്രയും ഭയങ്കര നമുക്കും ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക, ഇവിടെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോയെന്ന്. എന്തായാലും ഇതെൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഭഗവാനെല്ലാം നമ്മൾ ഇതുപോലെ നമ്മളെല്ലായിടവും കൊടുത്ത് നമ്മളെന്താ പറയുക, ഒരു വട്ടം കറങ്ങി ഇവിടെ വരുമ്പം പാലും മഞ്ഞപ്പൊടിയും തീരും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ലേഖ ആൻറ്റിയും പിന്നെ ഇതെൻ്റെ അച്ഛനാണ്. ഇത് പിന്നെ അവിടുത്തെ ആൻറ്റിയുടെ ഹസ്ബൻഡ് പ്രദീപും മാമനുമാണ്. പിന്നെ 2-3 പേരും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയാണ് വന്നത്. പിന്നെ ആൻറ്റിയുമായിട്ടാണ് നമ്മൾ നേരത്തെ പ്രാവശ്യം വന്നത്. ആൻറ്റി ഇതുപോലെ എല്ലാ ആയില്യത്തിനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അവരിപ്പോൾ 6ാമത്തെ തവണയെന്ന് അമ്മ ഇവിടെ ഇരുന്ന് പറയുവാണ്. ഞാൻ വോയിസൊക്കെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാം. ഇതാണ് ഒരു ചുറ്റുപാടുമുള്ള ആ ഒരു സ്ഥലം. നമ്മളിവിടെ നിന്ന് പൂജയ്ക്കുള്ള ഈ എണ്ണ, തിരി, പനിനീർ, പിന്നെ നമ്മുടെ നൂല് കെട്ടാൻ വേണ്ടി ഞാൻ നൂലും കൂടെ മേടിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മേടിച്ച് നമ്മൾ അകത്ത് കയറി. അകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അകത്ത് പ്രതിഷ്ഠയായിട്ട് നാഗർഭവൻ മാത്രമല്ല, അയ്യപ്പനും മുരുക ഭഗവാൻ, ശിവഭഗവാൻ, നമ്മുടെ ഗണപതി, അയ്യപ്പൻ, എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല. നമ്മളെ ഭഗവാൻ എല്ലാ ഭഗവാന്മാരെയും, കൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ട്. നമ്മളെ ഹനുമാൻ സ്വാമി ആയാലും ഉൾപ്പെടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കൊണ്ടാണ് പോയത്. കാരണം ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ നമ്മളൊരു കടയിൽ കയറി. അവിടുത്തെ കടയിലെ ഫുഡും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് കഴിക്കാൻ കൂടെ പറ്റിയില്ല. ചായയിൽ പോലും ഈച്ചയുണ്ടായിരുന്നു. അത്രയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്നേ കൊണ്ടുപോയി അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അമ്മ അവിടുത്തെ കുളത്തിൽ ഇറങ്ങിയാണ്. അവിടെ നിറയെ മീനുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ഞാൻ സൂം ചെയ്തിട്ടും അമ്മ പറയണ്ട അവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം, സൂം ചെയ്ത് തരാമെന്ന്. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാം, അവിടെ ഒരുപാടുണ്ട്. ഞാനൊന്നും ഇറങ്ങിയില്ല, അമ്മ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഞാനും അച്ഛനും ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഇറങ്ങുന്നതും കണ്ടോ, ഒരുപാട് വലിയ വലിയ മീനുകളുണ്ടായിരുന്നു. പിന്നെ നമ്മളിതൊക്കെ എല്ലായിടവും ചുറ്റിക്കറങ്ങി നമ്മളിതാ വീട്ടിലോട്ടിങ്ങി പോവാണ്. വീട്ടിലോട്ട് പോണതിന് മുമ്പ് ഇനി ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് തൊഴുത് ഇറങ്ങി പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇരുന്ന് നമ്മൾ സമാധാനത്തോടെ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം നമുക്കിനി നല്ല ദൂരമുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ബസ്സുണ്ട് കേട്ടോ. എപ്പോഴും ബസ്സുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. എന്നാലും പിന്നെ അപ്പോഴത്തേക്കും അവിടെ ഒരു ആൻറ്റിമാർ ഇറങ്ങി. കണ്ടോ, തലയിൽ കണ്ടോ ഗായ്സ്, അതെന്ത് പൂവാണെന്ന് മനസ്സിലായോ? കനകാംബരമാണ്. ഒരു കനകാംബരം നിറയെ വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ എനിക്കും വെക്കാൻ തോന്നി കേട്ടോ. കാരണം എനിക്ക് പണ്ട് അമ്മ കൊച്ചിയിൽ ഇതുപോലെ കനകാംബരം ഇങ്ങനെ തലയിൽ വെച്ച് തരും.
പിന്നെ നമ്മൾ അടുത്തുള്ളൊരു മാർക്കറ്റിൽ കയറി. അങ്ങനെ ഒന്നും മേടിച്ചില്ല. അമ്മ എന്തോ കരുവാട് ടൈപ്പ് കരുവാട് മീൻസ് ഉണക്ക മീൻ മേടിച്ചായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു. പിന്നെ അവിടെ നിന്ന് ബസ് കയറി നമ്മൾ മാർത്താണ്ഡം എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മാർത്താണ്ഡം ഇറങ്ങിയപ്പോഴത്തേക്കും ഇത് അമ്മ എടുത്ത വീഡിയോ കേട്ടോ. അമ്മ ഏതോ പട്ടിക്കുട്ടീനെ കണ്ട് അവിടെ നിന്ന് എടുത്തതാണ്. മാർത്താണ്ഡത്ത് ഇറങ്ങി ഞാൻ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്ക് എനിക്ക് BP ലോ ആയിട്ട് അവിടെയുള്ള മാമന്മാരൊക്കെ കൂടി എന്നെ ഓട്ടോയിലാക്കി ആശുപത്രി കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് നേരെ പനച്ചമൂട് വന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് എൻ്റെ കണ്ണൊക്കെ ബ്ലാക്ക് ഔട്ടായി. എനിക്ക് പിന്നെ ഒന്നും കേട്ടുകൂടാതായി. അങ്ങനെ ഫുള്ള് ഭയങ്കര ഒരു ഇതായിപ്പോയി, ടെൻഷനായിപ്പോയി. അതുകൊണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരണ വഴിക്ക് എടുത്തൊരു വീഡിയോ ആണ് ഞാനും അമ്മയും കൂടെ ഇരുന്ന്. കാരണം എനിക്ക് തല പൊക്കാൻ വയ്യ. പിന്നെ വീടെത്തുന്നതിനും നമുക്കൊരു ഓരോടത്ത് ഇറങ്ങി ഉപ്പിട്ട നാരങ്ങ വെള്ളം, ലൈം ജ്യൂസ്, പിന്നെ നമ്മുടെ ഓറഞ്ച്, നല്ല ഇനിപ്പിട്ട ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ ഒരു 4-5 ഗ്ലാസ് എന്നെ കൊണ്ട് കുടിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര വയ്യ, ഒട്ടും വയ്യാതെ പിന്നെ കയറി കിടന്നു. പിന്നെ ഇനി അടുത്ത ദിവസം ഞാൻ വെള്ളിയാഴ്ച കോളേജിൽ പോയ കുറച്ച് വീഡിയോയും കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പോവാണ് വീട്ടിൽ, കോളേജിൽ പോയിട്ട് വരാം. ബൈ ബൈ. അവ ഇരിക്കണെന്ന് വെച്ചാൽ അവനെയും കൂടെ കൊണ്ടുപോകാൻ. ടാറ്റ. വിളിയും കരച്ചിലും കണ്ടിട്ട് പാവം തോന്നി അമ്മ അവനെ എടുത്തോണ്ട് വരുവാണ്. സംഭവം അല്ലെങ്കിൽ ഞാൻ പോയതിന് ശേഷമാണ് ഇവനെ ബാത്റൂമിലും പുറത്തൊക്കെ കൊണ്ടുവന്ന് നടക്കാൻ അമ്മ ഇറങ്ങുന്നത്. ഇന്നിപ്പം വരണ വരവ് കണ്ടോ, ഇതാ ഇങ്ങനെ എന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കളയുമെന്നും പറഞ്ഞാണ് ആൾ ഓടി വരുന്നത്. അതെന്റെ 8ന്റെ പണിയായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയിട്ട് തറ ഫുള്ള് ചെളിയാണേ. നമ്മളെ റോഡ് പണിയായിട്ട് അതിലും വലിയ ഈ ചെറുക്കം അമ്മ നിങ്ങൾ പിടിക്കണ്ടേ? കൊണ്ടുവരുന്നു, നിവർത്തിയില്ല. ഓ നീ പോണില്ലേടി? ബസ്സിൽ കയറി കൺസെഷൻ പതിക്കുക, 2 മണിക്കൂർ ഇനി സുഖം ഉറങ്ങുക, നമ്മളെ കോളേജിലെത്തുക. ഇതാണ് എൻ്റെ സ്ഥിരം ഒരു രാവിലത്തെ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻറ്റിമാരിലെ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്ക് 2 ആൻറ്റിമാരെ കൂടി കിട്ടിയിട്ടുണ്ട്. നൂനു ആൻറ്റിയും കവിത ആൻറ്റിയും. പിന്നെ നിർമ്മല ആൻറ്റി, നമ്മുടെ ബിന്ദു ആൻറ്റി ഫസ്റ്റ് കമൻറ്റ് മറക്കരുത്. പിന്നെ ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ എന്നെയും കാത്ത് വെയിറ്റ് ചെയ്യാണ്. കാരണം അമ്മാമ്മ എനിക്ക് ഐസ്ക്രീമും ജ്യൂസും പിന്നെ പലഹാരവും വാങ്ങിച്ച് തരുവാണ്. കാരണം അമ്മാമ്മ 5 മണി പലഹാരത്തിൻ്റെ എന്നും അമ്മാമ്മയാണ് വാങ്ങിച്ചു തരാറ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ വരണില്ല, കൊണ്ടുപോക്കുമെന്നും പറഞ്ഞ് പിന്നെ ഐസ്ക്രീം നേരിട്ട് കണ്ടതുകൊണ്ട് വാങ്ങിച്ചു തന്നെയാണ്. ഭയങ്കര പേടിയാണ് അമ്മയ്ക്ക്, കാരണം പലഹാരം കൊണ്ടുവരുമെന്ന് അറിയാം. പിന്നെ ആള് ഇന്ന് അറിഞ്ഞില്ല ഞാൻ വരുന്ന കേസേ. കാരണം അച്ഛനാണ് വന്നതെന്നും പറഞ്ഞ ആള് പെട്ടെന്ന് സൈലന്റ് ആയിപ്പോയി. പിന്നെ വന്നപ്പം ഭയങ്കര അടി ഒക്കെ ആയി. പിന്നെ വേറെ കാര്യം, നമ്മുടെ നിർമ്മല ആൻറ്റി നമ്മൾ ഗുണ്ടുവിന് മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുളിക തുടങ്ങും 4 ദിവസമായി. 10 ദിവസം കൊടുക്കണോ എന്ന് അമ്മ ചോദിക്കാൻ പറഞ്ഞു കേട്ടോ. ആൻറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആമീനെ പറ്റി ചോദിച്ചായിരുന്നു. ഇങ്ങനെ നൈറ്റ് ആളെ ഇങ്ങനെ അഴിച്ചു വിട്ട ആള് പ്രഗ്നൻ്റ് ആവത്തില്ലേന്ന്. ആൻറ്റി നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൻറ്റിക്ക് അറിയാം, അവളെ നമ്മൾ വന്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അവൾക്ക് നമ്മളെ സജിനി ആൻറ്റി എന്ന് പറഞ്ഞ നല്ലൊരു മനസ്സിനുള്ളൊരു ആൻറ്റിയാണ് അവൾക്ക് വന്ധീകരിക്കാനും അവളുടെ കാര്യങ്ങളും മരുന്നുകളും എല്ലാം സ്പോൺസർ ചെയ്തത്. ആൻറ്റി തന്നെ കൊണ്ടുപോയി അതേപോലെ നമ്മൾക്ക് കൊണ്ട് തന്നതാണ്. നമ്മളെ ആമി പ്രസവിക്കില്ല ഇനി. ഞങ്ങളുടെ ആമി വന്നിട്ട് ഒരു സിഗ്മ ഫീമെയിലാണ്. ആള് അങ്ങനെ പെട്ടെന്നൊന്നും മറ്റ് ഡോഗ്സിന്റെ കൂടെ അങ്ങനെ മിണ്ടാനൊന്നും പോകാറില്ല. നേരെ ഇവിടെ വന്ന പിന്നെ ഒരു 11:30 ആകുമ്പോഴാണ് അമ്മാമ്മ തുറന്നു വിടുന്നത്. അപ്പൊ ഇങ്ങ് നേരെ ഇവിടെ വരും. ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ കണ്ട് കെട്ടിപ്പിടിച്ച്. എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൊതി തോന്നുമ്പോ ഇങ്ങ് പോരും. മതില് ചാടിയെങ്കിലും കയറി വരും.
കണ്ടിട്ട് പോവും. അതുപോലെ വീട്ടിൽ എത്തും. കുറച്ചു നേരം ചിലപ്പോ 1 മണിക്കൂറൊക്കെ ഇവിടെ അങ്ങനെ അങ്ങ് ഇരിക്കും, ഒരേ കണക്കിനിരുന്ന്. ബിന്ദു ആന്റി, ബാംഗ്ലൂരിലെ ബിന്ദു ആന്റി വിചാരിക്കുന്ന കളിയാക്കിയെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് എല്ലാവരും പേര് ഓർമ്മയുള്ളത് കൊണ്ടാണ്. കാരണം നമ്മളെ ബിന്ദു ആന്റി, ബിന്ദു സുരേഷ് ആന്റി, ഗീത ആന്റി, ദീദി ആന്റി, നിർമ്മല ആന്റി, സിന്ധു ആന്റി, സീജ ആന്റി, ബാമ ആന്റി, റീമ ആന്റി, ഭാഗീത ആന്റി, ഭീമ ആന്റി, ഭാനു ആന്റി, ജയ ജയ ആന്റി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.